നമ്മുടെ സഞ്ജു ടെക്കി നീതു തോമസ് ബ്രേക്കപ്പ് ഇഷ്യൂ ഇത് തീർന്നില്ലേ? സഞ്ജു ടെക്കി ആരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ, ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. നീതുവുമായി ബ്രേക്കപ്പ് ആയി അടുത്ത ആഴ്ച തന്നെ സഞ്ജു ടെക്കിയുടെ വീഡിയോകളിൽ ഒരു പുതിയ പെൺകുട്ടി പ്രത്യക്ഷപ്പെടുന്നു. പക്ഷെ ഉന്നെ മട്ടും കാതലിച്ച മറ്റു സുന്ദരിമാരെന്നോട് പിണങ്ങൂല്ലേ? എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് പോയ ഉടനെ ചിലരെയും പോലെ പുതിയ വൈബ് മീൻസ് പുതിയ ആളെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഹൃദയം പൊട്ടിച്ചു തുറന്ന വാക്കുകൾ പറയല്ല സീമേ. എവിടെയോ എന്തോ കുത്തി പറഞ്ഞ പോലെ, എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് കേട്ടതോട് സഞ്ജുവിന് നല്ല രീതിയിൽ അങ്ങ് പൊളിഞ്ഞു വന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പലരുടെയും മുഖം മൂടി വലിച്ചങ്ങ് കീറാൻ പോകണം. ഇനി നോ മേഴ്സി ഗൈസ്, ഓൺലി സത്യം. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല, നിങ്ങളെല്ലാരും കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു കള്ളനും അല്ലെങ്കിൽ ഒരു വഞ്ചകനും ഒരു പെണ്ണുടീനായിട്ടൊക്കെയാണ് ആൾക്കാർ കാണുന്നത്. സത്യം മാത്രം. ഞാനൊരു പുരുഷനല്ലടാ, നോക്കിയതാ ലൈന. ഇങ്ങനത്തെ ഒരു ആളാണല്ലോ അളിയാ ഞാൻ സെലക്ട് ചെയ്യുന്ന ഓർക്കുന്നത്. എനിക്കോ എന്റെ മോനെ അടിപൊളിയായിട്ട് ലൈഫിൽ പോയെത്തി പറഞ്ഞാൽ നന്നായെന്നാ ഞാൻ വിചാരിച്ചത്. നല്ലപോലെ പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് എന്റെ ലവറാണ്, ഞങ്ങൾ അടിപൊളിയാണെന്നും പറഞ്ഞുകൊണ്ട് പബ്ലിക്കിൽ കാണിച്ചാലാണ് സഞ്ജു എന്നല്ലേ. അതിനുശേഷം നിങ്ങൾ റിലേഷൻഷിപ്പ് വെച്ച് ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടാക്കി, കുറെ പ്രാങ്ക് ഉണ്ടാക്കി, അങ്ങനെ കുറെ വീഡിയോസ് ചെയ്തു. ഇതേമാതിരി റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോഴാണ് പ്രൈവസി കാത്തു സൂക്ഷിക്കാത്തതിന്റെ എല്ലാ പ്രശ്നങ്ങളും തിരിച്ചടിയായിട്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാ. ദാസാ, ഞാൻ നിന്റെ ഒരു സുഹൃത്തായിരുന്നു. എന്ന് വെച്ചാ ഇപ്പോഴല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാനെ ആർക്ക് വേണം? ഇയാളൊന്ന് വിട്ടു കിട്ടി അവിടെ ക്യൂ നിൽക്കും ചെറുപ്പക്കാർ. നീ പോടി അവന്റെയൊക്കെ കൂടെ. നീ ഒരാൾ പോയാൽ എനിക്ക് രണ്ടുപേരുണ്ട്, ഇടവും ബലവും. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ. വരട്ടെ. പോട്ടെ.